സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതിന്റെ ക്രെഡിറ്റ് എടുത്ത് ഞെളിഞ്ഞു നിന്നതായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ ഒറ്റ ചോദ്യം, എല്ലാം തവിടുപൊടി. അല്ല, പൊളിറ്റിക്കൽ ഡ്രാമ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, പറയണ്ട. ഇന്ന് നല്ലൊരു സന്തോഷ ദിവസമാണ്. അല്ല, എനിക്ക് സംസാരിക്കാൻ അങ്ങനെ ആഗ്രഹമില്ല. ഇംഗ്ലീഷ് ദേഷ്യം കാണിച്ച് മാധ്യമപ്രവർത്തകരെ തള്ളി നീക്കി ചോദ്യങ്ങളിൽ നിന്ന് ഓടി ഒളിച്ച് കാറിൽ കയറി ഒരുവിധം രക്ഷപ്പെട്ടു. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാൻ കാരണക്കാർ തങ്ങളാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെയും അനൂപ് ആന്റണിയെ പോലുള്ള നേതാക്കളുടെയും അവകാശവാദം. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയ സന്തോഷത്തിൽ റോജിയം ജോണിന്റെ നെഞ്ചിൽ തലചായ്ച്ച് കരഞ്ഞുപോയ കന്യാസ്ത്രീയുടെ ആങ്ങളയെ കക്ഷത്തിൽ ഒതുക്കി ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്ന അനൂപ് ആന്റണിയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ചിത്രത്തിലുള്ളത്. ക്രെഡിറ്റ് അടിക്കാൻ നോക്കുന്ന BJPക്കാരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖറിന്റെ വാദങ്ങൾ പൊളിയുന്നത് എങ്ങനെയെന്ന് നോക്കാം. സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്. ദുർഗ് റെയിൽവേ സ്റ്റേഷനിലും പിന്നീട് പോലീസ് സ്റ്റേഷനിലും കന്യാസ്ത്രീകളെ അപമാനിക്കുകയും വിചാരണ നടത്തുകയും ചെയ്തത് ആരാണ്? സംഘപരിവാർ സംഘടനയായ ബജ്റംഗ് ദൾ. അവർ പറഞ്ഞത് കേട്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ആരാണ്? സംഘപരിവാറിന്റെ BJP സർക്കാരിന്റെ പോലീസ്. അവർക്കെതിരെ മനുഷ്യക്കടത്തിനും മതപരിവർത്തനത്തിനുമുള്ള വകുപ്പുകൾ ചുമത്തിയതാരാണ്? അതും ഛത്തീസ്ഗഡ് പോലീസ് തന്നെ. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുക്കരുതെന്ന് കോടതിയിൽ പറഞ്ഞതാരാണ്? BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാരിന്റെ വക്കീലന്മാരാണ്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകരുതെന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്തിയതാരാണ്? അത് നേരത്തെ കന്യാസ്ത്രീകളെ വിചാരണ ചെയ്ത ബജ്റംഗ് ദൾ പ്രവർത്തകരാണ്. ജാമ്യം നിഷേധിച്ചപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തിയത് ആരാണ്? അതും ബജ്റംഗ് ദളുകാർ തന്നെയാണ്. കന്യാസ്ത്രീകളെ നിയമക്കുരുക്കിട്ട് പൂട്ടാൻ കേസ് NIA കോടതിയിലേക്ക് എത്തിച്ചതാരാണ്? സംഘപരിവാറിന്റെ ബുദ്ധികേന്ദ്രങ്ങൾ, അതായത് BJPയുടെ കോർ ആൾക്കാർ തന്നെയാണ്. കന്യാസ്ത്രീകളുടെ കാര്യം ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ബബ്ബ പറഞ്ഞ് ഉരുണ്ട് കളിച്ചത് ആരാണ്? അത് BJPയുടെ ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യനാണ്. ക്രൈസ്തവ വോട്ട് വാങ്ങി ജയിച്ചിട്ട് കന്യാസ്ത്രീകളുടെ പ്രശ്നം വന്നപ്പോൾ കമാ എന്നൊരു അക്ഷരം പോലും പറയാതെ മുങ്ങി നടക്കുന്നത് ആരാണ്? അത് BJP കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ്. ഇതാണ് ഈ കേസിലുള്ള സംഘപരിവാർ അല്ലെങ്കിൽ BJPക്കാരുടെ യഥാർത്ഥ പങ്ക്. അതായത് ചുരുക്കി പറഞ്ഞാൽ, കന്യാസ്ത്രീകളെ BJP ഉപസംഘടനയായ ബജ്റംഗ് ദൾ പിടിച്ച് അകത്തിടാൻ പറഞ്ഞു ഛത്തീസ്ഗഡ് പോലീസ്. അത് ശിരസാ വഹിച്ചു, അല്ലെങ്കിൽ അനുസരിച്ചു. പിന്നെ കുറെ ഇല്ലാ കുറ്റങ്ങളും ചുമത്തി. ഒടുവിൽ 9 ദിവസത്തിന് ശേഷം ജാമ്യം കിട്ടിയപ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ഓടി നടക്കുകയാണ് BJP നേതാക്കൾ. ജാമ്യം കിട്ടാൻ വേണ്ടിയാണല്ലോ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്. അതാണ് BJPക്കാരുടെ ഇപ്പോഴത്തെ ലൈൻ. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ ഓടിയത്. ഇങ്ങനെയാണെങ്കിൽ ഇനിയും ഒരുപാട് ഓടേണ്ടി വരുമെന്നേ പറയാനുള്ളൂ. എന്താണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്ന ന്യായീകരണം? അതായത് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പറയുന്ന ന്യായീകരണം എന്താണ്? കന്യാസ്ത്രീകൾ അറസ്റ്റിലായി 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ജാമ്യം കിട്ടുമായിരുന്നത്രേ. പക്ഷേ ദുർഗ് ജയിലിന് മുന്നിൽ CPM MPമാരും ബൃന്ദ കാരാട്ടിനെ പോലുള്ള നേതാക്കളും ഒരു ഷോ കാണിച്ചത് കൊണ്ട് ജാമ്യം കിട്ടിയില്ല എന്നൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. എന്നാൽ എന്താണ് ഈ ദുർഗ് ജയിലിന് മുന്നിൽ നടന്നത്? കേരളത്തിൽ നിന്നുള്ള MPമാരായ A റഹീമും K രാധാകൃഷ്ണനും പിന്നെ CPM നേതാവ് ബൃന്ദ കാരാട്ടും ഉൾപ്പെടുന്ന സംഘം കന്യാസ്ത്രീകളെ കാണാൻ ജയിൽ അധികൃതരോട് അനുമതി തേടി. പക്ഷേ അവർ കൊടുത്തില്ല. തുടർന്ന് ചെറിയ രീതിയിൽ പ്രതിഷേധമായി. അത് സ്വാഭാവികമായി ഉണ്ടായ പ്രതിഷേധമാണ്. അതോടെ അടുത്ത ദിവസം കന്യാസ്ത്രീകളെ കാണാനുള്ള അനുമതി അവർക്ക് കിട്ടി. പ്രതിഷേധം നടത്താതെ തിരികെ പോയിരുന്നെങ്കിൽ കന്യാസ്ത്രീകളെ കാണാൻ അനുമതി കിട്ടിയില്ലായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. MPമാരുടെ സംഘം കന്യാസ്ത്രീകളെ കണ്ടതുകൊണ്ടാണ് അവരുടെ ജയിലിലെ അവസ്ഥ പുറം ലോകമറിഞ്ഞത്. അവർക്ക് കിടക്കാൻ കട്ടിലും മറ്റും കിട്ടിയത്. അല്ലെങ്കിൽ വിവിധ രോഗങ്ങളുള്ള കന്യാസ്ത്രീകളുടെ അവസ്ഥ ദുരിതമായതിന്. ഇക്കാര്യം എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖറിന് ഷോ ആയി മാറിയതെന്ന് മനസ്സിലാകുന്നില്ല. മാത്രമല്ല, ഇക്കാര്യം കൊണ്ടാണ് ദുർഗ് കോടതി കന്യാസ്ത്രീകളുടെ ജാമ്യം നിഷേധിച്ചത് എന്ന് രാജീവ് ചന്ദ്രശേഖറിന് എങ്ങനെ പറയാൻ പറ്റും? നാട്ടിൽ നടക്കുന്ന പ്രതിഷേധമോ മറ്റോ നോക്കിയാണോ കോടതി ജാമ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക? അല്ല, കോടതി നോക്കുന്നത് ചുമത്തിയിരിക്കുന്ന വകുപ്പുകളുടെ ഗൗരവമാണ്. കന്യാസ്ത്രീകളുടെ ജാമ്യം തള്ളിയത് മജിസ്ട്രേറ്റ് കോടതിയും സെഷൻസ് കോടതിയുമാണ്. അവർ വാദത്തിലേക്ക് പോലും കടക്കാതെയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. എന്തുകൊണ്ടാണ്? കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അത്രത്തോളം ഗൗരവതരമായതിനാൽ തങ്ങളുടെ പരിധിയിൽ അത് വരില്ല എന്നാണ് 2 കോടതിയും നിലപാടെടുത്തത്. കോടതിക്ക് മുന്നിലെ പ്രതിഷേധമോ മറ്റോ അല്ല ജാമ്യം നിഷേധിക്കാൻ കാരണമായത് എന്നാണ് അതിന്റെ അർത്ഥം. ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ തന്നെയാണെന്ന് നിസ്സംശയം പറയാം. അതായത് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തുന്ന ആ വാദം പൊള്ളയാണ്, കള്ളമാണ്. ഈ കള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ കയർത്ത ശേഷം ഓടി രക്ഷപ്പെട്ടത്. മറ്റൊരു വാദവും രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചിരുന്നു. അതായത്
ക്രിസ്ത്യൻ സഭകളുടെ പ്രതിഷേധം തണുപ്പിക്കാൻ തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് എത്തിയ ശേഷം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. 2013 ഛത്തീസ്ഗഡ് അസംബ്ലി പാസ് ചെയ്ത ലോ ആണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട്. അതുപ്രകാരം ഒരു ജില്ലയിൽ നിന്ന് മറ്റേ ജില്ലയിൽ പോവുകയാണെങ്കിലും സംസ്ഥാനത്ത് നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ അവിടെ ആ പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം. അതാണ് അവരുടെ നിയമം. അത് നിയമം പാലിച്ചില്ല. ഛത്തീസ്ഗഡ് സർക്കാർ 2013 കൊണ്ടുവന്ന പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ടിന്റെ ലംഘനമാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിലേക്ക് നയിച്ചതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. തൊഴിലിനായി ആളുകളെ, പ്രത്യേകിച്ചും സ്ത്രീകളെയും കുട്ടികളെയും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സ്വകാര്യ ഏജൻസികളെ നിയന്ത്രിക്കാനും മനുഷ്യക്കടത്ത് തടയാനും ലക്ഷ്യമിട്ടുള്ള നിയമമാണ് ഇത്. എന്താണ് ഈ നിയമം പറയുന്നത്? തൊഴിൽ വാഗ്ദാനം ചെയ്യുന്ന ഏജൻസികൾ സംസ്ഥാനത്ത്, അതായത് ഛത്തീസ്ഗഡിൽ രജിസ്റ്റർ ചെയ്യണം. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ തൊഴിൽ നൽകാൻ പാടുള്ളൂ. കർശനമായ നിബന്ധനകൾ പാലിക്കണം. ഇതൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഒരു കാര്യം. ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് പോയാലും ഇതുമായി ബന്ധപ്പെട്ട പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ്. എന്നാൽ അങ്ങനെ ഒരു കാര്യം ഈ നിയമം പറയുന്നില്ല. സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്നവർക്ക് മാത്രമേ ഈ നിയമം ബാധകമാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകൾക്കെതിരെ ഈ നിയമലംഘനം ബാധകമാണ്. കാരണം അവർ പെൺകുട്ടികളെ ഉത്തർപ്രദേശിലെ ആഗ്രയിലേക്കാണ് കൊണ്ടുപോകാൻ വന്നത്. അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും പറയപ്പെടുന്നു. ഇനി കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഛത്തീസ്ഗഡ് ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് 1968 സെക്ഷൻ 4 മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കുറ്റം. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 143, അതായത് മനുഷ്യക്കടത്ത്. BNS സെക്ഷൻ 152, അതായത് ദേശീയ താല്പര്യത്തിനെതിരെ പ്രവർത്തിക്കുകയോ സാമുദായിക അസ്വസ്ഥത വളർത്തുകയോ ചെയ്യൽ. ഇത് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നില്ലേ? സിസ്റ്റർ പ്രീതിക്കും വന്ദനയ്ക്കുമെതിരെ ഛത്തീസ്ഗഡ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടില്ല. അത് ചുമത്തി എന്നാണല്ലോ, അതിന്റെ ലംഘനമാണ് ഉണ്ടായതെന്നാണല്ലോ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഇവർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ആ വകുപ്പല്ലേ ചുമത്തേണ്ടിയിരുന്നത്? ഇതോടെ രാജീവ് ചന്ദ്രശേഖറിന്റെ രണ്ടാം വാദവും പൊളിയുകയാണ്. അതായത് ആ നിയമലംഘനം ഒന്നുമല്ല കാര്യം. കന്യാസ്ത്രീകളെ കണ്ടതോടെ മതപരിവർത്തനമെന്ന് ബജ്രംഗ് ദൾ ഉറപ്പിച്ചു. പിന്നാലെ പോലീസും അതങ്ങ് ഉറപ്പിച്ചു. പിന്നെ കൂടുതൽ കൊടുക്കാനായി മനുഷ്യക്കടത്തും സാമുദായിക അസ്വസ്ഥത വളർത്തിയെടുക്കൽ തുടങ്ങിയ വകുപ്പുകൾ കൂടി ചുമത്തി. അതുകൊണ്ടാണ് കേസ് NIA കോടതിയിലേക്ക് പോയതും 9 ദിവസം കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കേണ്ടി വന്നത്. ജാമ്യം കിട്ടിയെങ്കിലും കന്യാസ്ത്രീകൾക്ക് ഇനിയും നിയമവഴിയിൽ ഒരുപാട് സഞ്ചരിക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന മുഴുവൻ കേസുകളും പിൻവലിപ്പിക്കണം. ഉടൻ തന്നെ പിൻവലിപ്പിക്കണം. ഇവരെ വിചാരണ ചെയ്ത ക്രിമിനലുകളെ പിടിച്ച് അകത്തിടണം. അതിന് പറ്റുമോ? ഇല്ലെങ്കിൽ പിന്നെ ക്രെഡിറ്റ് അടിക്കാനുള്ള നാണം കെട്ട പരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കുകയെങ്കിലും മിനിമം ചെയ്യണം. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.